ബോസിനകത്ത് ഇപ്പം വീട്ടിലുള്ളവർക്ക് ഒരു പുതിയ ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ച് എല്ലാം എനർജി ഡ്രിങ്ക്സ് കുടിക്കുന്നത്. അറിയാവല്ലോ മുമ്പുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ടാസ്ക്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് അവർക്കൊരു ഡ്രിങ്ക്സ് കുടിക്കാൻ കൊടുക്കും. അത് കുടിച്ചതിന് ശേഷം അവരവിടെ വീടിന് പുറത്തെത്തുമ്പോൾ വീട്ടിലുള്ളവരെ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനാണോ അത് കണ്ടുപിടിച്ചിട്ട് തനിക്ക് എന്ത് എനർജിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ആ വ്യക്തി പറയണം. അങ്ങനെ നമ്മുടെ അനീഷിനെ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് എന്തുവാന്നറിയാമോ? ഒരു സൂപ്പർ സ്റ്റാർ പദവിയാണ്. അപ്പൊ നമ്മുടെ അനീഷ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ സ്വീകരിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, സാർ സാർ എന്ന് വിളിക്കുന്നു, പിറകിന് നടക്കുന്നു. അനുമോളാന്നെ സാറിന്റെ ടാറ്റു എന്റെ ശരീരത്തിൽ ഞാൻ കുത്തിയിട്ടുണ്ട്. എന്റെ ഷാനവാസിന്റെ മകൾക്ക് വിഷ് ചെയ്യണം. അത് കണക്ക് തന്നെ അക്ബർ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ ഒന്ന് വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അനീഷിന് ഡൗട്ട് ഉണ്ട്, തനിക്കൊരു സൂപ്പർ സ്റ്റാറിനെ പോലെ തന്നെ സ്വീകരിക്കുന്നല്ലോ എന്ന് അനീഷ് പറയുന്നുണ്ട് വായിൽ നിന്ന്. പക്ഷെ ഇവിടെ വേറൊരു ട്രിക്ക് അനുമോൾ എടുത്തിടുന്നുണ്ട്. അനുമോള് ടോട്ടലി അതിനെ ഗെയിമിനെ മാറ്റിമറിക്കുന്നുണ്ട്. അനുമോള് നമ്മുടെ ഈ അനീഷിനോട് സാർ ഒരു പാട്ട് പാടുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ പാട്ട് പാടുമോ എന്നുള്ള ചോദ്യത്തിനകത്ത് അനീഷ് വീഴുകയാണ് ചെയ്യുന്നത്. അനീഷിന്റെ ചിന്ത പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം, താനൊരു ഗായകനാണെന്നൊരു നിലയിലേക്കാ. പിന്നീട് അനീഷിന്റെ ഓരോ ചോദ്യങ്ങളും പറച്ചിലുകളും എല്ലാം താനൊരു ഗായകനാണെന്ന നിലയിൽ ആണ് രീതി പ്രവർത്തിക്കുന്നെന്നുള്ളത്. പക്ഷെ ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും കടന്നുകൊണ്ട് പോകുന്നത്. അനീഷിന് സൂപ്പർ സ്റ്റാർ എന്ന പദവിയല്ല, ഒരു ഗായകനായിട്ടാണ് തന്നെ ഇവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നുള്ള ധാരണയിലാണ് അനീഷ് പോകുന്നത്. ഇവിടെ നല്ല രീതിയിൽ ആ ഗെയിം മാറ്റിമറിച്ചത് അനുമോളാണ്. അനുമോളുടെ വായിൽ നിന്ന് സാർ ഒരു പാട്ട് പാടാമോ എന്നൊരു ചിന്ത വന്നപ്പോഴത്തേക്ക് ആ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നത് മാറ്റിമറിച്ചുകൊണ്ട് താനൊരു ഗായകനാണെന്നുള്ള ചിന്തയിലാണ് ഇപ്പൊ അനീഷ് നടക്കുന്നത്. ഈ ടാസ്ക് വിജയിച്ചത് നമ്മുടെ അനീഷാണ്. കാരണം ഇവര് ഇവിടെ സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നതും അങ്ങൊരു സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തതുകൊണ്ട് അനീഷിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പാട്ടുകാരനാണോ അതോ സൂപ്പർ സ്റ്റാർ ആണോ എന്നുള്ളത്. ഈ രണ്ടിലൊന്ന് കൺഫേം ചെയ്തിട്ട് സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അനീഷ് അവിടെ വിജയിക്കുന്നു. അപ്പൊ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ വീട്ടിലുള്ളവർ ഇത്രയും പെട്ടെന്ന് പിടികൊടുത്തത് ശരിയായില്ല എന്നും പറയുന്നുണ്ട്. ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നത്.